Hi guys, once again welcome back to KOCHI vlog. It's me, your Ambarish Mukundan. അപ്പോൾ നമ്മുടെ മീൻ കുളം അവിടെ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ഒരു പോണ്ട്. ഇന്നലെ നമ്മൾ കളർ അമ്മ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇവിടെ. ഇതെന്താ പഴംപൊരിയോ ഗൈസ്? അപ്പോൾ ഇവിടെ വീട്ടിലൊരു ചെറിയൊരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ പോണ്ട് ഇവിടെ നമ്മൾ ക്ലിയർ ആക്കി റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിലൂടെ നമുക്ക് ഈ ഒരു പോണ്ടിലേക്ക് നമുക്ക് വെള്ളം നിറയ്ക്കാം. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ ടാങ്ക് ഓൾറെഡി ഞാൻ രാവിലെ ഇത് ഒരു പ്രാവശ്യം ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ ഓൾറെഡി വാഷ് ചെയ്തതാണ്. കണ്ടോ ഗൈസ്, ഒരു ദിവസം കൊണ്ട് തന്നെ കുറേ കരിയില ഈ വെള്ളത്തിലേക്ക് നമ്മുടെ ടാങ്കിൽ വീണിരിക്കുന്നു. ഒരുപാട് കരട് വീണിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ കാരണം നമുക്കിവിടെ ഒരു പുളിമരമുണ്ട്. ആ പുളിമരത്തിൽ നിന്ന് വീഴുന്ന ഇലകളാണ്. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും നെറ്റ് സംഭവങ്ങളൊക്കെ നമുക്കിവിടെ ഇട്ടേ മതിയാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ടാങ്കിൻ്റെ ഫസ്റ്റ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കാം. ഹായ് ഗൈസ്, ഈ ഒരു മെഷീൻ കണ്ടോ? ഇത് ഇലക്ട്രിക്കലി തേങ്ങ ചുരുണ്ടുന്ന ഒരു മെഷീനാണ്. ആക്ച്വലി ഇത് മോട്ടറിലാണ് പ്രവർത്തിക്കുന്നത്. നമുക്കിവിടെ ആ ഒരു തേങ്ങ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ചുരണ്ടി വരും. രണ്ട് തേങ്ങ ഒരേ സമയം നമുക്ക് ചുരണ്ടാൻ പറ്റും. ഈ സൈഡിലും ഉണ്ട് ബ്ലേഡ്, അതുപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട്. നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ജസ്റ്റ് കൈയൊക്കെ ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇഞ്ചുറീസൊക്കെ വരാനായിട്ടുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മൾ കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് വീട്ടിൽ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു തേങ്ങ ചുരണ്ടുന്ന മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പായസത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ സാധിക്കും. കണ്ടോ, ഇതാണ് അതിൻ്റെ മോട്ടർ. ഈ മോട്ടറിലാണ് സംഭവം പ്രവർത്തിക്കുന്നത്. നേരെ കറണ്ടിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ളതല്ല, നമ്മളിപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ട് നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ട് വന്നതാണ്. കൊള്ളാം, എന്തായാലും നല്ലൊരു ഇന്നോവേഷൻ. ഗൈസ്, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ തവണയും നമ്മൾ നമ്മുടെ ടാങ്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഫൈനലായിട്ട് നമുക്ക് വെള്ളം നിറയ്ക്കാം. വെള്ളം നിറച്ചിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ആ ഒരു പായലിടാം. അപ്പോൾ പായൽ ശരിക്കും വെള്ളം വലിച്ചിട്ട് ഒന്നുകൂടി അത് അബ്സോർബ് ചെയ്ത് വെള്ളം കുറച്ചും കൂടി പ്യൂറായി മാറും. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫിഷിനെ ഇതിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഇടാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നിങ്ങൾ വേറൊരു സംഭവം ഞാൻ പറഞ്ഞോട്ടെ. ഈ രണ്ട് വണ്ടിയും നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ രണ്ട് വണ്ടിയും ഹോണ്ടയുടെയാണ്. ഈ ഇരിക്കുന്ന ഹോണ്ട ഡിയോ, ഈ ഇരിക്കുന്ന ഹോണ്ട നവി. ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള രണ്ട് വണ്ടികളാണ്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ രണ്ടിൻ്റെ എൻജിൻ സെയിം ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹോണ്ട എന്ന കമ്പനി ആകെ ഒരു എൻജിൻ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ ഈ ഒരു വിത്തൗട്ട് ഗിയർ 2 വീലേഴ്സിന് ഉപയോഗിക്കാനായിട്ട്. പക്ഷേ അവർ ഒരു എൻജിനാണെങ്കിൽ കൂടി അവർ പല രീതിയിലുള്ള ട്യൂണിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഡിയോൻ്റെ ട്യൂണിങ് സെയിം എൻജിനാണ്, പക്ഷേ ആ ട്യൂണിംഗ് അല്ല ഈ ഒരു നവിക്കുള്ളത്. ഇതാണ് ആ കാണുന്ന ആ ഒരു എൻജിൻ സംഭവം. ഇതൊരു ഹോണ്ട നവിയാണ്, വിത്തൗട്ട് ഗിയർ സ്കൂട്ടറാണ്. ഇത് ബുള്ളറ്റിൻ്റെ ഹെൽമെറ്റാണ്. എനിക്ക് ഈ ഒരു ബുള്ളറ്റ് മേടിച്ചപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയ ഹെൽമെറ്റാണിത്. സംഭവം ആറിയുടെയാണ്. കണ്ടോ, സെയിം എൻജിനാണ്. സെയിം എൻജിനും സെയിം സ്പെക്കും ഒക്കെയാണ് സംഭവം യൂസ് ചെയ്യുന്നത്. പക്ഷേ ബോഡി വൈസ് നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വെള്ളം ഇങ്ങനെ നിറഞ്ഞ് വരികയാണ്. നിങ്ങൾ നോക്കിക്കാൻ നല്ല പ്യുവർ ആയിട്ടുള്ള വാട്ടറാണ്, നല്ല പ്യുവർ റിച്ച് ആയിട്ടുള്ള വാട്ടറാണ് സംഭവം. ഇത് കിണറ്റിലെ വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഉള്ള വെള്ളമാണ്. ഓൾറെഡി ഈ ഒരു കിണറ്റിലെ വെള്ളം തന്നെയായിരുന്നു ഞാൻ നേരത്തെയും ഈ ഒരു ഗപ്പി ടാങ്കിൽ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷസിന് ആ ഒരു പ്രോബ്ലം വരാനായിട്ടുള്ള ചാൻസസും കാര്യങ്ങളൊന്നുമില്ല. ടാങ്ക് ശരിക്കും ക്ലീനും ചെയ്തിട്ടുണ്ട്. ആ ഒരു കെമിക്കൽ കണ്ടൻറ്റും കാര്യങ്ങളും ഒന്നും തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു അംശം പോലും നമുക്കിവിടെ പ്രസൻ്റ് ആയിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത പടിയായി ഇതിലേക്ക് നമ്മുടെ ആ ഒരു ആൽഗെ ആ ഒരു പായൽ ഒക്കെ നമുക്ക് കൊണ്ടുവന്നിടണം. അപ്പോൾ പായലിട്ട് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ ഗപ്പി മത്സ്യങ്ങളെ അതുപോലെ തന്നെ പ്ലാറ്റീസിനെയും ഒക്കെ ഞാൻ ഇതിലേക്ക് ഇടുകയുള്ളൂ. കാരണം ആ ഒരു പായലിന് ഒരു ഫിൽട്രേഷൻ പ്രോപ്പർട്ടി ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു പായൽ. നമ്മൾ ബക്കറ്റിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ആ ഒരു വെള്ളം തന്നെ ഇന്നലെ ആ ഒരു കുളത്തിലുണ്ടായിരുന്ന ആ ഒരു വെള്ളം തന്നെ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പായൽ ഒന്നൊന്നായിട്ട് നമ്മുടെ ആ ഒരു ടാങ്കിലേക്ക് നമുക്ക് ഇടാം. കണ്ടോ, പായൽ കറക്റ്റ് നേരെയായി. ചരിച്ചിട്ടപ്പോഴും കറക്റ്റ് അത് ബാലൻസ്ഡ് ആണ്, ഓട്ടോമാറ്റിക്കായിട്ട് ബാലൻസ്ഡ് ആണ് അതിൻ്റെ ആ ഒരു റൂട്ടൊക്കെ. കണ്ടോ ഗൈസ്, വാട്ടർ ഇത്രയും ഈ ഒരു ലെവൽ വരെ എത്തിയിട്ടുണ്ട്, നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും
ഒരു ദിവസം നമ്മൾ ഈ ഒരു പായൽ കുറച്ച് ഈ ഒരു ടാങ്കിലേക്ക് പോണ്ടിലേക്ക് ഇട്ടതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ ഫിഷസിനെ ഇടുള്ളൂ. ഈ ഒരു പായലിന് ആക്ച്വലി ഒരു ഫിൽട്രേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. ഇനി എന്തെങ്കിലും ഒരു കെമിക്കൽസോ കാര്യങ്ങളോ ഒക്കെ ഈ ഒരു ടാങ്കിൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ ഒരു പായൽ ആ ഒരു കെമിക്കലും കാര്യങ്ങളും ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് ഈ ടാങ്കിലെ വെള്ളത്തെ ഒന്നുകൂടി അത് ഫിൽട്ടർ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ദിവസം ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം. അപ്പോൾ കൂട്ടുകാരെ, 2 ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നേക്ക് 2 ദിവസമായി നമ്മൾ ഈ ഒരു ടാങ്ക് ക്ലീനിങ്ങും പെയിന്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫിഷസിനെ നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് നമ്മൾ ഇടാൻ വേണ്ടി പോവുകയാണ്. ഈ കണ്ടില്ലേ, ഒരു ബൗളിലാണ് നമ്മൾ ഫിഷസിനെ എടുത്തിട്ടുള്ളത്, നമ്മൾ കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ബൗളിൽ നിന്ന് നമ്മൾ ഫിഷസിനെ നമ്മുടെ പോണ്ടിലേക്ക് നമ്മൾ ഇടാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ കൊണ്ടുവന്ന് ഫിഷസിനെ ഇടരുത്, കാരണം ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും. ബൗളിലെ വാട്ടറിനും പോണ്ടിലെ വാട്ടറും തമ്മിൽ നല്ല ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമ്മൾ സ്ലോലി ചേഞ്ച് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ ഫിഷസിനെ നമ്മൾ ഈ ഒരു പോണ്ടിലേക്ക് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗമായി ഞാൻ ആ ഒരു ബൗള് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലേക്ക് ഒരു സ്റ്റൂളിൻ്റെ പുറത്ത് ഇറക്കി വെക്കുകയാണ്. ടെമ്പറേച്ചർ അപ്പോൾ സെയിം ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പയ്യെ ഈ ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ ആ ഒരു ബൗള് നമ്മൾ നേരെ ടാങ്കിലേക്ക് നമ്മൾ ഇറക്കി ആ ഒരു വാട്ടർ രണ്ടും നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ സെയിം ആക്കണം. സെയിം ആക്കി കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു ടെമ്പറേച്ചർ സ്ലോലി ഗ്രാജ്വലി അത് ഒന്നാവാൻ വേണ്ടി തുടങ്ങും. അതിനുശേഷം ആ ഒരു മത്സ്യങ്ങളെ പതിയെ ആ ഒരു പോണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കണം. അത് തന്നെ അത് പോയിക്കോളും സംഭവം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ ഇത് യൂസ് ചെയ്യുന്നത്. ഈ ഒരു റെഡ് ബക്കറ്റിലും ഞാൻ കുറച്ച് പ്ലാറ്റീസിനെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രോസസ്സ് പോലെ തന്നെ ഞാൻ സ്ലോലി ഗ്രാജ്വലി 2 വാട്ടറും തമ്മിൽ മിക്സ് ചെയ്തിട്ട് ആ ഒരു ടെമ്പറേച്ചർ ഈക്വലൈസ് ചെയ്തിട്ട് ആ ഒരു ബക്കറ്റിൽ നിന്നും ആ ഒരു ടാങ്കിലേക്ക് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ആ പ്ലാറ്റി ഫിഷസും അതുപോലെ 2 ഒരു മോളി ഫിഷസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ആ ടാങ്കിലേക്ക് പതിയെ പോവുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ വളരെ സ്ലോലി വേണം നമ്മൾ ആ ഒരു ഫിഷസിനെ നമ്മൾ വാട്ടർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് നിങ്ങൾ ചെയ്യണം, കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി കാണുന്നത് വരെ ദിസ് ഈസ് മീ യുവർ അംബരീഷ് മുകുന്ദൻ സൈനിങ് ഓഫ് ഫ്രം കൊച്ചിൻ ബ്ലോഗ്.